പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങൾ. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ജീവൻ്റെ ഉടയവനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവം തമ്പുരാനെ, നിൻ്റെ ജീവൻ നൽകുന്ന തിരുവചനങ്ങൾ കൂടി ഞങ്ങളോട് ഇപ്പോൾ ഇടപെട്ട് ഞങ്ങളെ ജീവിപ്പിച്ച് ജീവാത്മാവിൽ ജീവനുള്ളവരാക്കി നിലനിർത്തണമെന്ന് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് മിശിഹായുടെ നാമത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും അറിയാവുന്ന കാനാവിലെ കല്യാണ വീട്ടിലുണ്ടായ സംഭവം, ഈ അത്ഭുതം, ഈ സംഭവകഥ, ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയെപ്പറ്റിയാണ് 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ദ പ്രസൻസ് ഓഫ് മേരി, മറിയയുടെ സാന്നിധ്യം. ജീസസ് മദർ വാസ് ദേർ. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം നാം വായിക്കുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2, പ്രയർ ഓഫ് മേരി. 3-ാം വാക്യം നാം വായിച്ചു, യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. 3, 5-ാം വാക്യം, preparation and participation of Mary in this miraculous experience. യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഒന്നാമതായി, presence of Mary. Joseph was already dead. In fact, Joseph had been dead for years. Mary, as a single parent, struggled a lot in life. All such struggles and life situations made her sensitive to the needs of others. Hence, we see that the presence of Mary had become a real blessing. ഗലീലായിലെ കാനാവിലെ ഈ ഭവനത്തിലെ കല്യാണം, യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യം, അത് അവർക്ക് അനുഗ്രഹകരമായി മാറി. The very presence of our mothers with us, a great blessing in our life. For our reflection and meditation, let me say, mother means church. In other words, Mary symbolizes the church. Remember, gender of the church is ഫെമിനിൻ. സഭയെപ്പറ്റി പറയുന്ന മണവാട്ടി സഭ എന്നാണ്. സഭയ്ക്ക് സ്ത്രീലിംഗമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കന്യമറിയാമിൻ്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷ സഭയുടെ ശുശ്രൂഷയാകേണ്ടതിലേക്ക് നമുക്കൊന്നിച്ച് ചിന്തിക്കാം. The very presence of our church in our life is a real blessing. The presence of church in my life, or in our life and life situations, is a real channel for heavenly blessings. It is a blessing in our existence, in our being, in our life situations and in our practical life contexts. Church must become
sensitive to the needs of others. Church must be sensitive to the needs of others. കനാലിയ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവിടെ ഇടപെടുകയാണ്. The very presence of Jesus' mother Mary became a great blessing to that family, to the host and guest as well. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മയുടെ സാമീപ്യം, നമ്മുടെ മാതാപിതാക്കളുടെ, ഗുരുസ്ഥാനീയരുടെ, സഭയുടെ സാന്നിധ്യം, the role of church, the role of our parents, role of our mother in my personal, spiritual, existential life context have been very cardinal. The role of my mom in my life is very cardinal in my spiritual formation and in my spiritual blessings. ആധ്യാത്മികമായ ശ്രേഷ്ഠ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് അമ്മയുടെ സാന്നിധ്യം, സഭയുടെ സാന്നിധ്യം, അമ്മ അഥവാ സഭ ഈ അനുഗ്രഹത്തിന് മുഖാന്തരമായിത്തീരുന്നു. നമ്മളെ പുസ്തകത്തിൽ 403 ഗീതം, ലോകത്തിലേകനായിത്തീരലും രോഗത്താൽ ബാധിതനായിടലും എനിക്കെന്താണ് വേണ്ടിയത്? എനിക്ക് കർത്താവിൻ്റെ സന്നിധി മതി. നമുക്ക് പാടാം. ലോകത്തിലേകനായിത്തീരുകിലോ രോഗത്താൽ ബാധിതൻ കണ്ണന്മേൽ മതി നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നും എന്നും. ആയിരം വൈരികളാൽ ആവൃതനാകിലും ഞാൻ ഭ്രമിക്കാം. നീ എൻ പക്ഷം മതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നും എന്നും. 3 വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 3 വാക്യം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. In time of crisis, Mary, she presents the problem to Christ. My dear friends, when we are faced with many a problem, do we tell Christ? Do you pray? വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ യേശുവിനോട് ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ, here we see the creative power of Mary. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ ഈ കല്യാണ വീട്ടിൽ കർത്താവ് തമ്പുരാൻ ഇപ്രകാരം സ്വർഗത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാൻ ഈ അത്ഭുതം അടയാളമായി മാറിയപ്പോൾ
ഇങ്ങനെ ഒന്ന് സംഭവിക്കേണ്ടതിലേക്ക് ഫെസിലിറ്റേറ്റർ, സംഭവിക്കേണ്ടതിലേക്ക് മുഖാന്തരമായി തീർന്നത് കർത്താവിൻ്റെ അമ്മ മറിയ തന്നെയായിരുന്നു എന്ന ചിന്ത നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ചിന്താശരണിയാണ്, ശകലമാണ്. പ്രിയമുള്ളവരെ, ദ ക്രിയേറ്റീവ് പവർ ഓഫ് മേരി. Prayer comes out of deep concern. Prayer comes out of deep concern. Look at her expectation. Look at her intercession. വീഞ്ഞിന് കുറവ് വന്നപ്പോൾ, പോരാതെ വന്നപ്പോൾ മറിയ അത് യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്. ഇവിടെ ഒരു മധ്യസ്ഥതയാണ് കാണുന്നത്. Pray with expectation. Mary had that great confidence that her son would do something to solve the problem. My dear friends, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അമ്മ മറിയെ സഭയോട് നാം ഓർമ്മിക്കുകയാണ്. Prayer of our church, intercession through the church, intercession of our church, and the communion of saints. ഇത് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ അനുഗ്രഹമാണ്. In time of crisis, here we see that Mother Mary presents the problem to her own son Christ. അങ്ങനെ അതിലൂടെ സ്വർഗത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ അടയാളങ്ങളിൽ ആരംഭമായി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ മുഖാന്തരമായി തീർന്നത് അമ്മ മറിയയുടെ ഈ പ്രാർത്ഥന, ഈ റിക്വസ്റ്റ്, ഈ മധ്യസ്ഥത. Therefore, in a theological way, we could say here we see the creative power of Mary. സ്വർഗത്തിൻ്റെ അത്ഭുതം സംഭവിക്കേണ്ടതിലേക്ക് മുഖാന്തരമായി തീരുവാൻ മറിയയ്ക്ക് സാധിച്ചുവെങ്കിൽ ആ വലിയ ചുമതല, ഉത്തരവാദിത്വം സ്വർഗം സഭയെ, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ശരിയായ പ്രാർത്ഥനയുടെ ആത്മാവിൽ മധ്യസ്ഥത വഹിക്കുവാൻ, ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രയാസങ്ങളിലും ക്ലേശങ്ങളിലും ദുഃഖത്തിലും വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, പുത്രൻ തമ്പുരാന്റെ പരമസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിരന്തരം ആശീർവദിക്കട്ടെ. എവിടെ ശരിയായ പ്രാർത്ഥനയുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പഴയ ഒരു മലയാള ഗീതം, നമ്മുടെ പുസ്തകത്തിൽ 24, ടി ഡി ജോർജ് സാറിൻ്റെ യേശു സന്നിധി മമ ഭാഗ്യം എന്ന ഗീതം. പാത അറിയാതെ ഞാൻ വലയുമ്പോൾ യാതൊരു സമയമെൻ അന്ധത അതുമൂലം, തക്ക സമയമെല്ലാം മുട്ടും പ്രയാസവും തൻ മക്കൾക്ക് തീർത്ത് കൊടുത്തിടുന്നവരെന്ന് പാടി നോക്കാം. യാതൊരു സമയമൻ അന്ധതയതുമൂലം പാതയറിയാതെ ഞാൻ വലയുമ്പോൾ, പാതയറിയാതെ ഞാൻ വലയുമ്പോൾ, യേശു സന്നിധി മമ ഭാഗ്യം. തക്ക സമയമെല്ലാം മുട്ടും പ്രയാസവും തൻ മക്കൾക്കു തീർത്തു കൊടുത്തിടുന്നോരൻ
മക്കൾക്കു തീർത്തു കൊടുത്തിടുന്നോരൻ യേശു സന്നിധി മാമ ഭാഗ്യം. 3 അവസാനമായി preparation and participation of Saint Mary in this miraculous experience. 5-ാം വാക്യം, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. Do whatever he tells you. Here we see that she prepared others to obey Jesus. My dear friends, miracles happen through our obedience. അനുസരണത്തിലൂടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. Look at her trust in Jesus. Her trust that Jesus would never forsake those who call upon them. അവൻ്റെ പരമസന്നിധിയിൽ യാചിക്കുന്നവരെ അവനൊരു നാളും തള്ളിക്കളയുകയില്ല എന്ന ഉറപ്പ്, ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കയില്ല. O broken and contrite heart, thou wilt not despise. Preparation is necessary to receive the power of Christ. Preparation makes us worthy to receive revelations. Therefore, prepare yourself to witness great miraculous blessings of heaven. My dear friends, preparation leads us to obedience. In other words, obedient will be blessed. 5-ാം വാക്യം ശ്രദ്ധിക്കുകയായി, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. മറിയ ആ ശുശ്രൂഷക്കാരെ ഒരുക്കി. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിയേറ്റീവ് പവർ ഓഫ് മേരി. ഹിയർ ഓൾസോ വി സീ ദ സെയിം പവർ, ക്രിയേറ്റീവ് പവർ ഓഫ് മേരി. അത്ഭുതം സംഭവിക്കേണ്ടതിലേക്ക്, അതിന് സാക്ഷിയാകേണ്ടതിലേക്ക് അനേകരെ ഒരുക്കുന്ന ശുശ്രൂഷ. ദേവശാസ്ത്രമായി പറയുമ്പോൾ ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്, വെള്ളത്തെ വീഞ്ഞാക്കിയത് കർത്താവതമ്പുരാനാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതിന് മുഖാന്തരമായി തീർന്നത് മറിയാണ് എന്ന് പറയുമ്പോൾ, ത്രൂ ഹ്യൂമൻ ലോജിക്കൽ തിങ്കിങ് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തിൽ മറിയയും വെള്ളം വീഞ്ഞാക്കി എന്ന് ഹ്യൂമൻ ലോജിക്കിൽ പറയുന്നത്. നോട്ട് ടു മിസ്ഇൻറ്റർപ്രറ്റ് വാട്ട് ഐ സേ നൗ. ഞാനിപ്പോൾ പറയുന്നത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല, ലോജിക്ക്, ഹ്യൂമൻ ലോജിക്ക് വെച്ച് പറയുകയാണ്. എന്തിനാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ, the very purpose of that statement is to underscore the creative power of Saint Mary in this miraculous experience. In other words, here we see the participation and preparation of Mary. അനേകരെ പ്രിപ്പയർ ചെയ്തു, ശുശ്രൂഷക്കാരെ പ്രിപ്പയർ ചെയ്തു. പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? അതാണ് ഇവിടെ പറഞ്ഞത്. 5-ാം വാക്യം, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത്ഭുതങ്ങൾക്ക് നാം മുഖാന്തരമായി തീരും. അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒബീഡിയൻസ് മേക്സ് us worthy to see the glory of God. എങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 1 പ്രസൻസ് ഓഫ് മേരി, 2 പ്രയർ ഓഫ് മേരി, 3 പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് മേരി. ഇതുവരെ പറഞ്ഞതെല്ലാം മലയാളത്തിൽ ഒന്നുകൂടെ സംഗ്രഹിച്ചു പറയട്ടെ. അമ്മയുടെ സാന്നിധ്യം, മധ്യസ്ഥം. പ്രിയമുള്ളവരെ, യഥാർത്ഥ പ്രതിസന്ധി തിരിച്ചറിയുവാൻ ഈ അമ്മയെപ്പോലെ സഭയ്ക്ക് ഇടയാകട്ടെ, നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവിക അത്ഭുതങ്ങൾക്ക് നാം മുഖാന്തരമായി തീരുന്നു.
ഒന്ന്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നാം അറിയണം. 2, അവർക്ക് വേണ്ടി യേശു കർത്താവിൻ്റെ മുൻപിൽ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണം. 3, യേശുവിൻ്റെ അടുക്കലേക്ക് മറ്റുള്ളവരെ എത്തിക്കണം, ആകർഷിക്കണം. 4, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ നാം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതിനുശേഷം മറിയ ഇവിടെ പിന്നണിയിലേക്ക് മാറുകയാണ്. പുത്രനിലേക്കാണ് വിശ്വാസികളെ ആകർഷിക്കുന്നത്. അവൻ്റെ വാക്ക് കേൾക്കുക, അനുസരിക്കുക. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ മറിയ ഒരു സുവിശേഷകയായി മാറുകയാണ്. വചനോപാസന, അതായത് അവൻ്റെ വാക്ക് കേൾക്കുവാൻ, അതനുസരിക്കണമെന്ന് ആ ശുശ്രൂഷക്കാരെ മറിയ ഒരുക്കുകയാണ്. നേരത്തെ പാടിയ പാട്ട് നമ്മുടെ പുസ്തകത്തിൽ 24, യേശു സന്നിധി മമാഭാഗ്യം എന്ന പല്ലവി. അതിൽ 2ാമത്തെ ചരണം, ദൈവവചനം അതിൽ ധ്യാനിച്ചിടുവാൻ അതിരാവിലെ തൻ പാദം പ്രാപിക്കുന്നേരം. ദൈവവചനം നമുക്ക് അനുസരിക്കാം. കർത്താവിൻ്റെ വചനം നീ അനുസരിക്കുമെങ്കിൽ സ്വർഗത്തിൻ്റെ മഹത്വം നീ കാണും. ദൈവവചനമതിൽ ധ്യാനിച്ചിടുവാനാദീരാവിലെ തൻ പാദം പ്രാപിക്കും നേരം. രാവിലെ തൻ പാദം പ്രാപിക്കും നേരം. യേശു സന്നിധി മമ ഭാഗ്യം. ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോഴൊക്കെയും സഹിച്ചിടാൻ ശക്തി നൽകും. ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകും. യേശു സന്നിധി മമ ഭാഗ്യം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന കത്തുപ്രാർത്ഥന സംഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ പ്രിയമക്കളെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ പ്രാർത്ഥന ശുശ്രൂഷ ഞങ്ങളോടുകൂടി ഒരുങ്ങി സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ നിന്റെ ശ്രേഷ്ഠ സിംഹാസനത്തിൽ മുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.